ചേർന്നൊഴുകുന്ന പുഴയിൽ കാട്ടാനകളുടെ നീരാട്ട്. ഈ അപൂർവ കാഴ്ച കാണുവാൻ സഞ്ചാരികളുടെ തിരക്ക് കൂടുന്നത് ആശങ്കയാകുന്നു. ഒപ്പം ഇവ ജനവാസ മേഖലയിലേക്ക് എത്തുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികളും. കൂട്ടമായ ആനകൾ ജനവാസ മേഖലയ്ക്ക് സമീപം എത്തുന്നത് നാട്ടുകാരിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് രാവിലെ 15ഓളം കാട്ടാനകളാണ് കൂട്ടമായി പുഴയിലിറങ്ങി നീരാടുകയും ഭക്ഷണം തേടുകയും ചെയ്തത്. ഈ കാഴ്ച കാണാൻ നാട്ടുകാരും വഴിയാത്രക്കാരും തടിച്ചുകൂടി. പുഴയിലിറങ്ങിയ കൊമ്പനും പിടിയും കുട്ടികളും ഉൾപ്പെടെയുള്ള ആനകൾ ഏറെ നേരം വെള്ളത്തിൽ കുളിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു. ആനകൾക്കേറെ പ്രിയപ്പെട്ട ഒരിനം പായൽ ഇവിടെ ധാരാളമായി ഉള്ളതിനാലാണ് ഇവ പതിവായി ഈ ഭാഗത്തേക്ക് എത്തുന്നതെന്നാണ് വിലയിരുത്തൽ. ടൗണിൽ നിൽക്കുന്നവർക്കും ഈ അപൂർവ കാഴ്ച നേരിൽ കാണാൻ കഴിയുന്നതിനാൽ ധാരാളം വഴിയാത്രക്കാരും വിനോദസഞ്ചാരികളും നാട്ടുകാർക്കൊപ്പം മൊബൈൽ ഫോണുകളിൽ ദൃശ്യങ്ങൾ പകർത്താൻ തടിച്ചുകൂടിയത് അപകട സാധ്യതയുണ്ടാകുമെന്ന ആശങ്കയും കൂടിയാണ് ഉണ്ടാക്കുന്നത്. കാഴ്ച എത്ര മനോഹരമാണെങ്കിലും ആനകൾ ടൗണിനോട് ചേർന്ന് ജനവാസ മേഖലയിൽ കൂട്ടമായി എത്തുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ആനകൾ ഇങ്ങനെ കൂട്ടമായി എത്തുന്നത് കാണാൻ മനോഹരമാണെങ്കിലും അവ ഏത് സമയത്തും ജനവാസ മേഖലയിലേക്ക് കൂടി ഇറങ്ങുമോ എന്നുള്ള ആശങ്കയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ തവണയും ആനകൾ എത്തുമ്പോൾ നെഞ്ചിരിപ്പോടെയാണ് പ്രദേശവാസികൾ കഴിയുന്നതെന്ന് നാട്ടുകാരനായ മുരളി കുട്ടമ്പുഴ പറഞ്ഞു. ഈ കുട്ടമ്പുഴ മേഖലയിൽ കാട്ടാനകൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാഴ്ചക്കാരുടെ ആവേശം ഉണർത്തിക്കൊണ്ട് നിരവധി കാട്ടാനകളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ 25ഓളം ആനകൾ വെള്ളത്തിലുണ്ടായിരുന്നു പുഴയിൽ. ഇന്നിപ്പോൾ രാവിലെ ഒരു 10-15ഓളം ആനകൾ എത്തിയിട്ടുണ്ട്. കൂടുതൽ ആനകൾ കാട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുഴയിലെ പായലുകൾ, ശ്രേഷ്ഠമായ പായലുകൾ, രുചികരമായ പായൽ വാരി കഴിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് കാട്ടാനകൾ എത്തുന്നത്. പക്ഷേ ഇങ്ങനെ എത്തുമ്പോൾ പോലും മനോഹരമായ കാഴ്ചയാണ്. വിദേശത്തു നിന്ന് പോലും ആളുകൾ ഇത് പകർത്തുന്നതിന് എത്തുന്നുണ്ട്, മാധ്യമങ്ങൾ എത്തുന്നുണ്ട്. ഒക്കെ ആണെങ്കിൽ പോലും നാട്ടുകാരുടെ ഒരു നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നുണ്ട് ഇതിനിടയിൽ. കാഴ്ചകൾക്കിടയിലൂടെ ഈ ആനകൾ ഒട്ടേറെ നഷ്ടങ്ങളും ഭീഷണികളുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആനകൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിൽ സർക്കാരും വനം വകുപ്പും ഒക്കെ ശക്തമായി ഇടപെടേണ്ടത് സാഹചര്യം കൂടിയുണ്ട്. കാട്ടാനകളുടെ കാഴ്ചകൾ അങ്ങനെ കൂടുന്തോറും, അല്ലെങ്കിൽ അവർ കാഴ്ചവട്ടത്തിൽ കൂടുതൽ എത്തും തോറും കാർഷിക വിളകൾക്ക് ഉണ്ടാകുന്ന നഷ്ടവും, അതുപോലെ തന്നെ ഈ അടുത്തിടെ ഒട്ടേറെ ആളുകൾക്ക് ജീവനഹാനി തന്നെ സംഭവിച്ചിട്ടുണ്ട് കാട്ടാനകളെ കൊണ്ട്. അപ്പോൾ കാട്ടാനകളെ നിയന്ത്രിക്കുന്നതിനുള്ള ഫെൻസിങ് അല്ലെങ്കിൽ ഹാങ്ങിങ് ഫെൻസിങ് ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈയിടെ വനം മന്ത്രി സ്ഥലത്തെത്തിയിരുന്നു. അപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ അതിൽ തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാഴ്ചപ്പുറത്ത് കാട്ടാനകൾ സ്ഥിരമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എത്തുന്ന പോലെ തന്നെ ഇത്തവണ ഇന്നും എത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾ കാഴ്ചയ്ക്ക് കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ഉള്ള കാട്ടാനകൾ കൂടുതലായിട്ട് എത്തുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു സംരക്ഷണ ചുമതല അല്ലെങ്കിൽ ഇതിൻ്റെ പാർശ്വ പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ച് അത് നടപടി കൂടി എടുക്കേണ്ടതാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്.